നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ നമ്മളോട് കാണിച്ച അനീതിക്ക് വളരെ കൃത്യമായി തിരിച്ചടി ഇന്ത്യ ആദ്യം മുതലേ കൊടുത്തു തുടങ്ങി. ആദ്യം ആക്രമിച്ചത് അവരുടെ ഭീകരവാദ ക്യാമ്പുകളാണ്. ഭീകരവാദ ക്യാമ്പുകളെ ആക്രമിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനവുമായി വന്നതോടെ ഒരു യുദ്ധം അല്ലാതെ ഒന്നുമില്ല എന്ന മാർഗത്തിലേക്ക് ഇന്ത്യ പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ ഏറ്റവും കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത അവിടുത്തെ ഭരണാധികാരികൾ, സൈനിക മേധാവികൾ, ഇവർക്കൊക്കെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം എത്തുമ്പോഴേക്കും, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഘട്ടം എത്തുമ്പോഴേക്കും അവിടെ നിന്നും സൈനിക മേധാവിയും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റും അടക്കമുള്ളവരൊക്കെ പലായനം ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവിടുത്തെ ജനങ്ങളെ തീരാ ദുരിതത്തിലായിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങൾ, ഒരു രാജ്യത്തെ തീരാ ദുരിതത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഭാരതത്തിലെ ജനങ്ങളെ ആക്രമിക്കാൻ വന്നതുകൊണ്ട് മാത്രമാണ് തീർച്ചയായും അത്തരമൊരു രീതിയിലേക്ക് ഇന്ത്യക്ക് തിരിച്ചടി നൽകേണ്ടി വന്നത്. ഇവിടെ ചിലർക്കൊക്കെ വലിയ വിഷമമാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിനോടൊപ്പം അണിനിരക്കേണ്ട നമ്മൾ, അത്തരത്തിലുള്ള പൗരന്മാരാകേണ്ട നമ്മൾ പലപ്പോഴും പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ ചില ആൾക്കാരെ കാണുന്നുണ്ട്. ഇന്നലെ അതിലൊന്ന് എം സ്വരാജ് അടക്കമുള്ളവരാണ്. അതുപോലെ ദേശീയതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചൊരു യൂട്യൂബ് ചാനലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാത്യു സാമുവലിൻ്റെ ചാനൽ. ഇത്രയും കാലം അയാൾ അണിഞ്ഞിരുന്നത് ആട്ടിൻതോൽ അണിഞ്ഞൊരു ചെന്നായിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്യു സാമുവൽ ഒരു തെഹൽക്ക റിപ്പോർട്ട് ചെയ്തതോടുകൂടി പ്രശസ്തിയിലായ ഒരു ജേർണലിസ്റ്റാണ്. എന്നാൽ ആ തെഹൽക്ക തന്നെ പിന്നീട് അദ്ദേഹത്തിന് വിനയായി മാറുകയും അദ്ദേഹം കോടതിയിലടക്കം പിഴയടച്ചുകൊണ്ട് രക്ഷപ്പെടേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഒരു ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ആട്ടിൻതോൽ അണിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അയാൾ യൂട്യൂബ് ചാനലും ഒക്കെ വളർത്തിയെടുത്തത്. കേരളത്തിലെ പല യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ദേശീയ സങ്കല്പങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന രീതിയിലും വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുമൊക്കെ മുമ്പോട്ട് വരുന്ന ഈ ചാനലുകളുടെയൊക്കെ യഥാർത്ഥ മുഖം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർമാരുടെയൊക്കെ യഥാർത്ഥ മുഖം നമുക്കറിയാവുന്നതാണ്. പലരും CPM-കാരും പലരും കോൺഗ്രസ്സുകാരും ഒക്കെയാണ്. പക്ഷേ പുറത്ത് സംഖ്യയായി അറിയപ്പെടാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. ഇടതുപക്ഷം ഒന്നും ഒരു ചാനൽ തുടങ്ങിയാൽ പെട്ടെന്ന് ക്ലിക്കാവില്ല. ഇടതുപക്ഷ ആനുകൂല്യമുള്ളവർ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ പലരും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരും അത്ര വേണ്ട രീതിയിൽ ക്ലിക്കായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് വേ പിടിച്ച് അങ്ങ് പോവുകയാണ്. അത്തരത്തിലായിരുന്നു മാത്യു സാമുവലിൻ്റെ ഇപ്പോഴത്തെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാത്യു സാമുവലിൻ്റെ വീഡിയോ സ്ഥിരമായി ജനങ്ങൾ കാണുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ മാത്യു സാമുവലിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇത്രയും കാലം ജനങ്ങൾ പലരും കേട്ടും പറഞ്ഞുമൊക്കെ പോയ ഒരു കാര്യം അത് കൃത്യമായി തെളിവോടുകൂടി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമ്പോൾ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു മാത്യു സാമുവൽ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. ഏതായാലും മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ പല കോണുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്യു സാമുവലിൻ്റെ മലയാളം യൂട്യൂബ് ചാനൽ അവിടെ ആ ചാനൽ ഇപ്പോൾ കാണാനേ ഇല്ല. ആ ചാനൽ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ട്. രാജ്യവിരുദ്ധമായ കണ്ടന്റ് വന്നുകൊണ്ട് തന്നെ ഇത് ഇല്ലാതാക്കി. എന്നാൽ അയാളുടെ ഇംഗ്ലീഷ് ചാനൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ നിലവിൽ വരാനുള്ള കാരണം മാത്യു സാമുവൽ ഇതേ വീഡിയോ, അതായത് മലയാളത്തിൽ ചെയ്തിരുന്ന വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം മാത്യു സാമുവൽ ഉണ്ടായി. കാരണം മലയാളം ചാനൽ പോയപ്പോൾ തന്നെ മാത്യു സാമുവൽ ഇംഗ്ലീഷ് വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇതുവരെ മറ്റ് വീഡിയോകളൊന്നും ചെയ്തിട്ടുമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ, രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുമായി വരുന്നവരെ തീർച്ചയായും രാജ്യസ്നേഹികളെന്ന് വിളിക്കാൻ കഴിയില്ല. അവരെ രാജ്യദ്രോഹികളെന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഭാരതത്തിന് വേണ്ടി പറയുന്ന ഒരൊറ്റ പാക് പൗരനും പാകിസ്ഥാനിൽ ഉണ്ടാവില്ല. എന്നാൽ പാകിസ്ഥാന് വേണ്ടി കരയുന്ന പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് എം സ്വരാജിന് സങ്കടം വന്നതും കരച്ചിൽ ആരംഭിച്ചതും സോഷ്യൽ മീഡിയയിലൊക്കെ മെഴുകിയിട്ടുള്ളതും. അത്തരത്തിൽ മെഴുകിയിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ദേശവിരുദ്ധമായ കണ്ടന്റ് ഇടുന്ന പേജുകൾ കളയുക മാത്രമല്ല, ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ക്രിമിനൽ കേസ് കൂടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്താണ് ഇവരുടെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്ന സമയത്ത് ഡൽഹിയിലുള്ള പല മാധ്യമ പ്രവർത്തകരോടും പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർത്തുകൊണ്ട് ആർട്ടിക്കിൾ എഴുതി കൊടുക്കാൻ
ചില ആൾക്കാർ ബന്ധപ്പെടുകയും അവർ പണമൊക്കെ ഓഫർ ചെയ്യുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ഈ രാജ്യവിരുദ്ധ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്താൻ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം എവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരമൊരു വാദം? അതായത് ഇന്ത്യൻ ആർമിയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളോട് ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ ആ കാര്യങ്ങൾ തന്നോട് സൈനിക മേധാവി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈന്യവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു വെക്കുക, ഒരു ആധികാരികത ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് കൺഫേം ചെയ്തിരുന്നു, ഞാൻ സംസാരിച്ചിരുന്നു എന്ന് പറയാം. ചില മാധ്യമപ്രവർത്തകരുടെ ഒരു രീതിയാണ്. ഞാൻ ഇന്ന് പോലീസ് ഓഫീസറെ വിളിച്ചിരുന്നു, ആ SP എന്നോട് ഇങ്ങനെ പറഞ്ഞു. സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർ ഒരിക്കലും അവരുടെ സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യരുതെന്നാണ്. അപ്പോൾ പറയുന്ന കള്ളത്തരം അത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാർ ഇത്തരത്തിൽ ഈ സോഴ്സുകൾ, ഞാൻ ഇന്ന് DYSPയെ വിളിച്ചിരുന്നു അല്ലെങ്കിൽ SP എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ശരിയായ വാർത്ത കൊടുത്താൽ ആ വാർത്ത ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാകും. നമ്മൾ ശരിയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കുറെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വാർത്ത കൊടുത്ത് ഒരു 10 ദിവസത്തിന് ശേഷമായിരിക്കും അത് യഥാർത്ഥ സംഭവമായി മാറുക. അപ്പോൾ വാർത്ത കറക്റ്റ് ആണെങ്കിൽ അത് ശരിയാവും. അതുകൊണ്ട് നമ്മളതിൽ പേടിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. മാധ്യമപ്രവർത്തകരോട് സോഴ്സ് പറയരുത്, സോഴ്സ് ചോദിക്കരുത് എന്നാണ് നമുക്ക് അറിയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ആൾക്കാർ വന്നിരുന്നത് സോഷ്യൽ മീഡിയയിലെ തള്ളുകളാണ്. മറ്റ് ചാനലുകളിലൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത്തരത്തിലുള്ള രീതിയില്ല. നമ്മളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജോലി ചെയ്ത ജേർണലിസ്റ്റുകളായതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മൾ പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സോഴ്സ് വെളിപ്പെടുത്തുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ ആർമി കൺഫേം ചെയ്തു എന്ന രീതിയിൽ തനിക്കത് മനസ്സിലായിട്ടുണ്ട്, താനത് ചോദിച്ച് കൺഫേം ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് മാത്യു സാമുവൽ തന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള മാത്യു സാമുവൽമാർ ഇനിയുമുണ്ട് ഈ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ രംഗത്ത്. നമുക്കറിയാം, പുറത്ത് കാണുന്ന മുഖമൊന്നും അകത്തു മറ്റൊന്നുമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ മാത്യു സാമുവലിനെ തെറി വിളിക്കുന്ന തിരക്കിലാണ് ബാക്കി കുറേയേറെ മാധ്യമ പ്രവർത്തകരുമൊക്കെ. അവരുമൊക്കെ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് സ്വയം ആലോചിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, രാജ്യവിരുദ്ധത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല. രാജ്യവിരുദ്ധമായ കണ്ടന്റുകൾ എവിടെ കണ്ടാലും അത്തരത്തിലുള്ള കണ്ടന്റുകൾ NIAയുടെയും മറ്റേ സൈറ്റിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. രാജ്യവിരുദ്ധമായ കണ്ടന്റ് എവിടെ ആര് കണ്ടാലും ദയവ് ചെയ്ത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമില്ല. അത്തരത്തിലുള്ള ചെറിയ ഊഹാപോഹങ്ങൾ പോലും വലിയ തിരി കൊളുത്താനുള്ള കാരണമായി മാറും. നമ്മളിപ്പോൾ വിചാരിക്കും മാത്യു സാമുവലിൻ്റെ ഒരു ചാനൽ കൊണ്ട് എന്താണ് പ്രശ്നം, അങ്ങനെ ഒരു വാർത്ത കൊടുത്തതുകൊണ്ടത്. മാത്യു സാമുവലിൻ്റെ ചാനൽ എന്നല്ല, ലോകത്ത് ഏത് സാധനവും ഒരു വാർത്ത കേട്ടാൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ, യുദ്ധം, അത്തരത്തിലുള്ള രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ള അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ വാർത്തയും അതിൽ ഒരു വാക്ക് പോലും ചിലപ്പോൾ ഒരു വലിയ പ്രകോപനവും വലിയ ലഹളയിലേക്കോ ഒക്കെ ചെന്ന് നമ്മളെ എത്തിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയ പേജിൽ നമ്മളൊരു പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ പോലും ഏറ്റവും മാന്യമായും ഏറ്റവും അത് മറ്റൊരു പ്രശ്നമുണ്ടാകില്ല എന്ന് ഉറപ്പുള്ളതും ഏറ്റവും സംയമനവും പാലിച്ചായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സംയമനം പാലിച്ചെങ്കിൽ മാത്രമേ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ചിലപ്പോൾ ഉണ്ടാകാവുന്ന പൊട്ടിത്തെറിയിലേക്കോ ഒക്കെ പോകാതെ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിന്നൊരു യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഓരോ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധമുഖത്ത് നിൽക്കുന്ന നമ്മുടെ സൈനികരെ, ആ സൈനികർക്കെതിരെ അല്ലെങ്കിൽ ആ സൈനികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, ആ സൈനികരുടെ ആത്മവീര്യം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ശരിയല്ല. നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ് അതിർത്തിയിൽ സൈന്യം അവരുടെ ജീവൻ പോലും കളഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയും നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്നതെന്ന ബോധമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാത്യു സാമുവൽമാരുടെ തനി നിറം ഇപ്പോൾ പുറത്തായിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ജനങ്ങളിൽ നിന്നുണ്ടാവരുത്. അതുപോലെ M സ്വരാജ് അടക്കമുള്ളവർ 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് M സ്വരാജ് അടക്കമുള്ളവർ മാറിയിരിക്കുന്നു. അതാണ് M സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് കാണുന്നത്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാനാണ്. M സ്വരാജ് മാത്രമല്ല, അത്തരത്തിൽ ചില മാധ്യമപ്രവർത്തകരുടെയൊക്കെ പോസ്റ്റുകൾ ഞാൻ കണ്ടു. ഇടതുപക്ഷത്തിന് വേണ്ടി കൊള്ളുന്ന ചില മാധ്യമപ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ ചില പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം NIAയ്ക്കും മറ്റേ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളേവരും. ഏതായാലും എല്ലാ സാധനങ്ങളും കൃത്യസമയത്ത് അവിടെ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ടാകുന്ന ഓരോ പൗരനും അവനവനെ കൊണ്ടാകുന്ന കാര്യം ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ.